എന്താണ് ദൈവകൃപ? അർഹതയില്ലാത്ത സ്ഥാനത്ത് പ്രതിഫലേച്ഛ കൂടാതെ ദൈവം നമ്മോട് കാണിച്ച മഹാദയയാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപയാലാണ് ഓരോ ദിവസവും നാം ജീവിക്കുന്നത്. ഇന്ന് രാവിലെ നാം ആ പാട്ടിലൂടെ കേട്ടതുപോലെ തന്നെ കൃപയാൽ നാം ജീവിക്കുന്നു. ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവകൃപയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മെ താങ്ങി നടത്തുന്ന ദൈവകൃപ. ആ കൃപയുള്ളത് കൊണ്ടാണ് സന്തോഷമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. അതായത് താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. ആരൊക്കെയാണോ തങ്ങളുടെ ജീവിതത്തിൽ താഴ്മയുള്ളവർ, എളിമയുള്ളവർ, അവർക്കാണ് ദൈവം കൃപ നൽകുന്നത്. ഉന്നത ഭാവത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവകൃപ ലഭിക്കുന്നില്ല. കൃപ ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എളിമ ആവശ്യമാണ്. പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ഒരു ഗുണവും അതുതന്നെയാണ്. എളിമയില്ലാതെ നാം ജീവിക്കുന്നു, താഴ്മയില്ലാതെ നാം ജീവിക്കുന്നു. നാം എപ്പോഴും ഉന്നത ഭാവത്തോടുകൂടെ ജീവിക്കുന്നു. നാം അറിയാതെ പലപ്പോഴും നാം എന്തൊക്കെയോ ആണെന്നും ആരൊക്കെയോ ആണെന്നും നാം നമ്മെപ്പറ്റി തന്നെ ചിന്തിക്കുന്നു. എന്നാൽ നാം ഒന്നുമല്ല എന്നും നിസാരരാണെന്നും ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ആകുന്നു എന്നും എളിമയിൽ ചിന്തിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ നമുക്ക് സാധിക്കണം. വളരെ സങ്കടകരമെന്ന് പറയട്ടെ, പണം വർദ്ധിക്കുന്തോറും എളിമയില്ലാതെയായി പോകുന്നു. ക്രൈസ്തവ വിശ്വാസികളിൽ പോലും എളിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. പഴയ കാലത്ത് ഒന്നുമില്ലാതെ ഇരുന്നൊരു സാഹചര്യത്തിൽ അന്നത്തെ പിതാക്കന്മാർ വളരെ എളിമയിൽ ജീവിച്ചവരായിരുന്നു. അവർക്ക് ധാരാളം ദൈവകൃപ ലഭിച്ചിരുന്നു. എല്ലാവരോടും സമഭാവനയോടെ ഇടപെടുവാൻ അവർക്ക് സാധിച്ചിരുന്നു. ദൈവത്തെ ഉണ്മയായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. അവരുടെ എളിമ നിമിത്തം ദൈവം തലമുറകളെ അനുഗ്രഹിച്ചു. തലമുറകൾക്ക് പണം ലഭിച്ചപ്പോൾ എളിമയെല്ലാം നഷ്ടപ്പെട്ടു പോയി. തങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ ആയിപ്പോയി എന്നുള്ള ഉന്നത ഭാവം അവരുടെ മനസ്സിൽ നിറയുകയാണ്. ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സന്ദർശിക്കുവാനിടയായിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലുമുള്ള യോഗങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ എളിമയുള്ള ദൈവമക്കളെ കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിൽ, ഗുജറാത്തിൽ, രാജസ്ഥാനിലൊക്കെയുള്ള ദൈവമക്കൾ, അവിടുത്തുകാരായിട്ടുള്ള ആളുകൾ എത്രയോ എളിമയുള്ളവരാണ്. നല്ല വിശ്വാസികളായിട്ടുള്ള ദൈവമക്കൾ, വളരെ വലിയ സ്വത്തിൻ്റെ ഉടമകളാണെങ്കിലും എത്രയോ എളിമപ്പെട്ടവരാണ് അവരൊക്കെ. കറതീർന്ന വിശ്വാസികളായിട്ടുള്ള എളിമയുള്ളവരെ കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അവിടുത്തുകാരായിട്ടുള്ള നല്ല എളിമയുള്ളവരെ കാണുവാൻ ഇടയായിട്ടുണ്ട്. അമേരിക്കയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ തദ്ദേശീയരായിട്ടുള്ള നല്ല കൃപയുള്ള എളിമപ്പെട്ട ദൈവമക്കളെ കാണുവാൻ ഇടയായിട്ടുണ്ട്. വളരെ വലിയ സ്വത്തിൻ്റെ ഉടമകളായിട്ടുള്ള ധനാഢ്യരായിട്ടുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സായിപ്പന്മാരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എത്രയോ എളിമയുള്ളവരാണ്. അവരുടെ മക്കളൊക്കെ എത്രയോ നല്ല വിശ്വാസികളായി എളിമപ്പെട്ടവരായി ജീവിക്കുന്നു. അവരൊക്കെ സാധാരണയായി ഞായറാഴ്ചകളിൽ ആരാധനാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ ബൈബിൾ കയ്യിൽ കരുതിക്കൊണ്ടാണ് പോകുന്നത്. എത്രയോ എളിമപ്പെട്ടവരായി ജീവിക്കുന്നു. അതേസമയം തന്നെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, ന്യൂയോർക്ക്, ഫിലദൽഫിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതായ ഒരു കാര്യം, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന മലയാളികൾ ഞായറാഴ്ചകളിൽ ആരാധനയ്ക്കായി പോകുമ്പോൾ കയ്യിലൊരു ബൈബിൾ കരുതാൻ അവർക്ക് നാണക്കേടാണ്. അവർ പലരും ടാബും കൊണ്ടാണ് പോകുന്നത്. ആരാധനാലയങ്ങളിൽ അവർ ബൈബിളിന് പകരം ടാബ് ഉപയോഗിക്കുന്നു. ടാബിൽ നിന്ന് അവർ വാക്യങ്ങൾ വായിക്കുന്നു, പാട്ടുകൾ പാടുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് തോന്നിയത്, അവിടെയുള്ള വിശ്വാസികളൊക്കെ യേശുക്രിസ്തുവിനേക്കാൾ ഉന്നതരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അധികം അവിടെ നിൽക്കേണ്ട എന്ന് തോന്നി പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോരുകയും ചെയ്തു. ഈ ആധുനിക കാലത്തെ വിശ്വാസഗോളത്തിൽ പോലും ഒരുപാട് വ്യതിയാനങ്ങൾ വന്നിരിക്കുന്നു. ഇന്നത്തെ വിശ്വാസികൾ വിചാരിക്കുന്നത് വേഷഭൂഷാദികളിലും
ബാഹ്യമായ കാര്യങ്ങളിലുമൊക്കെയാണ് നമ്മുടെ വിശ്വാസം കാണേണ്ടത്, കാണിക്കേണ്ടത് എന്നൊക്കെയാണ്. എന്നാൽ സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യതയുണ്ട് എന്നാണ്. ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് പറ്റുമാനമുള്ള ദൈവമക്കളാണെങ്കിൽ അവർക്ക് ദൈവത്തോടൊരു സഖ്യതയുണ്ടായിരിക്കും. അതുതന്നെയാണ് നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത്, യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും എന്നുള്ളത്. അങ്ങനെ ദൈവത്തോട് ഒരു സഖിത്വം ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നാം എളിമപ്പെടണം. അതാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, അവിടുന്ന് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. നോക്കുക, ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചിട്ട് ദാസരൂപമെടുത്ത് എത്രമാത്രം അവിടുന്ന് താണിറങ്ങി വന്നു. ഏറ്റവും ഉന്നതനായിരുന്നവൻ ഏറ്റവും എളിമപ്പെട്ട് താണിറങ്ങി വന്ന് ഒരു ദാസനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് കാണിച്ചു തരികയായിരുന്നു എങ്ങനെ എളിമപ്പെടാം എന്നുള്ളത്. അങ്ങനെ എളിമപ്പെടുന്നവർക്കാണ് ദൈവകൃപ ലഭിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് കാണുന്ന ഈ വിശ്വാസ സമൂഹത്തിലെ വേഷഭൂഷാദികൾ കേവലം നിരർത്ഥകങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ത്രാണി ഇന്നത്തെ വിശ്വാസഗോളത്തിന് ഇല്ലാതെ പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആര് എളിമപ്പെടുന്നുവോ അവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ എത്രമാത്രം ഉന്നത ഭാവത്തോടെ ഇരുന്നാലും ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ താണിറങ്ങി വരണം. ഉന്നത ഭാവമെല്ലാം ഉപേക്ഷിച്ച് ഞാൻ കേവലം എളിമപ്പെട്ടവനാണെന്നുള്ള വലിയ ബോധ്യം ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് താണിറങ്ങി വരുവാൻ സാധിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരെ കരുതുവാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥ വിശ്വാസികളായി എളിമപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് ദൈവകൃപ നമുക്ക് ധാരാളമായി ലഭിച്ചു തുടങ്ങുന്നത്. മഹാനായ ഗാന്ധിജിയെ ഇത്തരണത്തിൽ ഞാൻ ഓർത്തുപോയി. അദ്ദേഹം വളരെയധികം എളിമ ധരിച്ച ഒരു വ്യക്തിയായിരുന്നു. വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ കവിതയിൽ അദ്ദേഹത്തെപ്പറ്റി പറയുന്നത്, ത്യാഗം എന്നതേ നേട്ടം, താഴ്മ താൻ അഭ്യുന്നതി. ഗാന്ധിയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ താഴ്മ ധരിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എളിമപ്പെടുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു, ദൈവം നമ്മെ സഹായിക്കുന്നു, ദൈവകൃപ ധാരാളമായി നമുക്ക് ലഭിക്കുവാനിടയാകുന്നു. നാം ഉന്നത ഭാവമെല്ലാം വെടിഞ്ഞ് താഴേക്കിറങ്ങി വരണം. എത്രമാത്രം ഔന്നത്യത്തിൽ ജീവിച്ചിരുന്നാലും കേവലം നാം എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. എന്താണ് ദൈവവചനം നമ്മോട് പറയുന്നത്? മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, വ്യർത്ഥമായി ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഔന്നത്യഭാവമെല്ലാം മാറ്റിവെച്ചിട്ട് നാം കേവലം മനുഷ്യരാണെന്നും നിഴലായി നടക്കുന്നവരാണെന്നും ഒരു ശ്വാസം അത്രയാകുന്നുവെന്നും ദൈവകൃപയാണ് നമ്മെ നടത്തുന്നതെന്നുമുള്ള വലിയ ബോധ്യത്തിലേക്ക് വരുവാൻ നമുക്കിടയായി തീരണം. അപ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ആ ഭാവത്തിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഏറ്റവും എളിമപ്പെടുവാൻ കർത്താവിടയാക്കട്ടെ. അപ്പോൾ ദൈവകൃപ ധാരാളം നമുക്ക് ലഭിക്കും. ആ കൃപ നമ്മെ സഹായിക്കുന്നു, അനുഗ്രഹിക്കുന്നു, നമ്മെ തലോടി നമ്മെ ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിക്കുവാൻ ആ കൃപ നമ്മെ സഹായിക്കുന്നു. എല്ലാവിധ അനർത്ഥങ്ങളും ആപത്തുകളും എല്ലാം മാറ്റിത്തന്ന് ദൈവം സന്തോഷത്തോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ആ ദൈവകൃപയ്ക്കായി നമുക്ക് യാചിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ അനുഗ്രഹകരമായ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് താണിറങ്ങി വരുവാനുള്ള മനസ്സ് നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉന്നത ഭാവം എല്ലാം വെടിഞ്ഞിട്ട് താഴ്മ ധരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ എളിയവരായി തീരുമ്പോൾ
അവിടുത്തെ കൃപ ധാരാളം ലഭിക്കുന്നു എന്നുള്ള വലിയ ചിന്ത ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പലപ്പോഴും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ ഞങ്ങൾക്കാവുന്നില്ലല്ലോ കർത്താവേ. അവിടുത്തെ മുൻപാകെയും ലോകത്തിൻ്റെ മുൻപാകെയും ഏറ്റവും എളിമപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഞങ്ങളെ അനുവദിക്കണമേ കർത്താവേ. അതിനുള്ളതായ മനോഭാവം ഞങ്ങളിൽ നൽകി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇന്ന് പകലിൽ അവിടുത്തെ കൃപ ധാരാളം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആ ദൈവകൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, ധാരാളം കൃപ അവർക്ക് നൽകിയാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.